നമസ്കാരം. ബി.ജെ.പി നേതൃത്വം കാത്തിരുന്ന് ഒടുവിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചത് മുഖ്യന്റെ മൂക്കിന് താഴെ കേരളത്തിന്റെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ തന്നെയാണ്. എന്നാൽ ആരാകും മേയർ എന്നതിനെ ചുറ്റിപ്പറ്റി പിന്നീട് വലിയ ചർച്ചകളാണ് നടന്നത്. ശ്രീലേഖയുടെ പേര് പലകുറി ഉയർന്നു കേട്ടു എങ്കിലും വി രാജേഷ് ഒടുവിൽ ശ്രീലേഖയെ വെട്ടി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി കയ്യിൽ നിന്ന് പോയതോടെ ശ്രീലേഖയുടെ പിന്നാലെ കൂടിയെല്ലാവരും. അതിനിടയിൽ ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നു എന്ന് പ്രചരണമുണ്ടായിരുന്ന ശ്രീലേഖ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയ സംഭവം തിരുവനന്തപുരം നഗര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കിടയാക്കി. ഒരു സാധാരണ പ്രതിഷേധമായി അതിനെ ചുരുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും. എന്നാൽ ആ നിമിഷം നഗരഭരണത്തിന് വേണ്ടത് എന്ത്, ആര്, അതിനനുയോജ്യമായ വ്യക്തി എന്ന പാർട്ടിയുടെ ശാസനയും അച്ചടക്കവും എന്താണെന്നതിനെ കുറിച്ചുള്ള വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് വി രാജേഷ് തന്നെയാണ് തിരുവനന്തപുരം മേയറാകാൻ ഏറ്റവും കഴിവുള്ള നേതാവെന്ന യാഥാർത്ഥ്യം വീണ്ടും തെളിയിക്കപ്പെട്ടത്. പാർട്ടിക്കുള്ളിൽ തല്ലും ബഹളവും എന്ന് തെളിയിക്കാനുള്ള സൂക്ഷ്മ പരിശോധനയാണ് മിക്കവാറും പിന്നീട് ഉയർന്നു കേട്ടതൊക്കെ. ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ സ്ഥാനം വ്യക്തിഗത ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു പദവിയല്ല. നഗരത്തിന്റെ വികസനം, ശുചിത്വം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാധാരണക്കാരന്റെ ദൈനംദിന പ്രശ്നങ്ങൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അനുഭവവും രാഷ്ട്രീയ പക്വതയുമുള്ള ഒരാളാണ്. ഈ മാനദണ്ഡങ്ങളിൽ വി രാജേഷ് മുന്നിലാണ്. വർഷങ്ങളായി തിരുവനന്തപുരം നഗര രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ച രാജേഷ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നേതാവെന്ന നിലയിലാണ് അറിയപ്പെടുന്നത് പോലും. വാർഡുകളുടെ യഥാർത്ഥ അവസ്ഥ, നഗരവാസികളുടെ ആവശ്യങ്ങൾ, ഭരണ സംവിധാനത്തിന്റെ സങ്കീർണതകൾ ഇതെല്ലാം അദ്ദേഹം നേരിട്ട് കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനോട് വിപരീതമായി ശ്രീലേഖയുടെ പ്രതിഷേധ നടപടി പാർട്ടി ശാസനയോടുള്ള അവഗണനയായി മാത്രമാണ് പലർക്കും തോന്നിയത്. ഒരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷെ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് പാർട്ടി വേദികളിലൂടെയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലുള്ള ഔദ്യോഗിക അവസരത്തിൽ കൗൺസിൽ ഹാൾ വിട്ടിറങ്ങുന്നത് വ്യക്തിഗത നിരാശ പ്രകടിപ്പിക്കുന്ന നാടകമായി മാറി. ഇത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദുർബലപ്പെടുത്തുകയും ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുകയും ചെയ്തു എന്നത് നിഷേധിക്കാൻ കഴിയില്ല. ഒരു മേയർ സ്ഥാനാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പക്വതയും സഹിഷ്ണുതയും ആ നടപടിയിൽ കാണാനായില്ല എന്നത് വാസ്തവമാണ്. ബി.ജെ.പി എടുത്ത തീരുമാനം വ്യക്തവും ദൂരദർശിയുമാണ്. വ്യക്തികളെക്കാൾ പ്രാധാന്യം പാർട്ടിക്കും നഗരത്തിനുമാണെന്ന സന്ദേശമാണ് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഏറ്റവും ഉചിതനായ നേതാവിനെ മുന്നിൽ നിർത്തുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതിൽ യാതൊരു ആശയക്കുഴപ്പവും പാർട്ടിക്കില്ല. രാഷ്ട്രീയ അനുഭവം, സംഘടനാ പ്രവർത്തനം, ഭരണ പരിചയം ഇവയെല്ലാം തൂക്കി നോക്കിയാണ് രാജേഷിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത് വികാരാധീനമായ തീരുമാനമല്ല, കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. വി രാജേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ അനവധിയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ നഗരത്തിലേക്ക് കൂടുതൽ ഫലപ്രദമായി എത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ബന്ധങ്ങളും ഭരണ പരിചയവും അദ്ദേഹത്തിനുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതികൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, റോഡ് വികസനം, പൊതുഗതാഗതം ഇവയെല്ലാം കാര്യക്ഷമമായി നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി സംവദിക്കാനുള്ള കഴിവും രാജേഷിനുണ്ട്. ഒരു മേയർക്ക് ഏറ്റവും ആവശ്യമായത് ഇതുതന്നെയാണ്. സംസാരിക്കാൻ മാത്രമല്ല, നടപ്പാക്കാൻ കഴിയുന്ന നേതൃത്വം. അതാണ് ഇവിടെ ആവശ്യം. ശ്രീലേഖയെ വ്യക്തിപരമായി അവമതിക്കുന്നതല്ല ഈ വിമർശനം. അവർക്കും പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ തിരുവനന്തപുരത്തെ പോലെയുള്ള ഒരു തലസ്ഥാന നഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും യോജിച്ച പേര് വി രാജേഷ് ആണ്. പ്രതിഷേധത്തിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെയാണ് ഒരു നേതാവ് വളരുന്നത്. ജനങ്ങൾ ഓർമ്മിക്കുന്നത് പ്രസംഗങ്ങളെയോ നാടകീയ നടപടികളെയോ അല്ല, അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെയാണ്. ബി.ജെ.പിയുടെ തീരുമാനം രാഷ്ട്രീയ അച്ചടക്കത്തിന്റെയും വികസന ദർശനത്തിന്റെയും തെളിവാണ്. പാർട്ടി ഒരു വ്യക്തിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല, മറിച്ച് നഗരത്തിന്റെ ഭാവിയെ മുൻനിർത്തിയാണ് തീരുമാനമെടുക്കുന്നത്. ഇതാണ് ശക്തമായ പാർട്ടിയുടെ ലക്ഷണം. തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് സ്ഥിരതയുള്ള, പക്വമായ, കഴിവുള്ള നേതൃത്വം അനിവാര്യമാണ്. ആ ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യനായ നേതാവ് വി രാജേഷ് തന്നെയാണെന്നാണ് ഈ സംഭവങ്ങൾ വീണ്ടും തെളിയിക്കുന്നത്. വ്യക്തിഗത ആഗ്രഹങ്ങളാണോ നഗരത്തിന്റെ ഭാവിയാണോ പ്രധാനം? ബി.ജെ.പി അതിന് വ്യക്തമായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുന്നോട്ട് പോകണം, അതും ശക്തമായ കൈകളിൽ. ആ കൈകൾ വി രാജേഷിന്റേതാണ് എന്ന് ബി.ജെ.പിക്ക് ഉറപ്പാണ്.